ഹലോ, ചന്ദ്രികയാണ് മാഡം. ആ, എന്താ ചന്ദ്രികേ? പ്രതീക്ഷിച്ചതുപോലെ നീ ആറ്റുവാശ്ശേരിയിൽ എത്തിയോ? പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായി എത്തി മാഡം. എന്റെ കഥ കേട്ട് രാധിക കരഞ്ഞു. മിടുക്കി. എനിക്ക് എവിടെയെങ്കിലും പരിചയമുള്ള സ്ഥലത്തൊരു പണി വാങ്ങിത്തരുമോ വേലക്കാരിയായിട്ട്? ചേച്ചി, കുറച്ചു നാൾ മുൻപായിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഭക്ഷണത്തിന്റെ ജോലിക്ക് വേണ്ടി 1-2 പേര് ആവശ്യമുണ്ടായിരുന്നു. അവിടെ ഇപ്പോ വേറൊരാളെയും കൂടി വെക്കാന്ന് പറഞ്ഞാ. അയ്യോ, ഞാൻ മോളോട് ചോദിച്ചെന്നേ ഉള്ളൂ. പെട്ടെന്ന് പറഞ്ഞു വിടാത്ത കൂട്ടരായിരുന്നെങ്കിൽ അത്രയ്ക്കും ആശ്വാസം. ചേച്ചി ഒരു കാര്യം ചെയ്യും, എന്റെ കൂടെ വാ. തൽക്കാലം എന്റെ കൂടെ നിന്നോ. പിന്നെ എന്തെങ്കിലും മാർഗം നമുക്ക് പിന്നീട് നോക്കാം. അത് മോൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ചേച്ചിക്ക് സ്വന്തം കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയല്ലേ. ഇതിനൊക്കെ പരസ്പരം സഹായിച്ചില്ലെങ്കിൽ പിന്നെ ചേച്ചി കൈ കഴുക, നമുക്ക് പോവാം. കുമാര ചേച്ചി, അതെ, ഈ ചേച്ചി ഞാൻ തൽക്കാലം വീട്ടിലേക്ക് കൊണ്ടുപോവാ. ആറ്റാശ്ശേരി സദ്യയുടെ കൂട്ടത്തിൽ ഒരാളോട് നിക്കട്ടെ എന്ന് വിചാരിച്ചു. ആ, ഞങ്ങൾക്ക് തോന്നി ഇങ്ങനൊരാളെ കണ്ട രാധികമോള് വെറുതെ പോവില്ലല്ലോ. ശരി ചേച്ചി, വണ്ടി ഇരിക്കാമല്ലോ. എനിക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, എന്നാലും ഇരിക്കും. എന്നാ കറിക്കോ. വേവാറായോ? പാകമായോ? വാ ചേച്ചി. ആരാ മോളെ കൂടെ? ചേച്ചി അവിടെ ഇരുന്നോ. ചേച്ചി ഇരുന്നോ. എന്തു പറ്റും മോളെ? അമ്മേ, ഇത് ചന്ദ്രിക ചേച്ചി. ഞങ്ങളിപ്പോ വഴിയിൽ വെച്ച് കണ്ടതാ. ചേച്ചിക്ക് ആരുമില്ല. കാര്യം എന്താന്ന് വെച്ചാ, മോളെ, പറ്റുമെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്യൂ. എന്താ? എനിക്ക് എവിടെയെങ്കിലും പരിചയമുള്ള സ്ഥലത്തൊരു പണി വാങ്ങിത്തരുമോ വേലക്കാരിയായിട്ട്? ജോലി എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നു. ഇവരുടെ കൂട്ടത്തിൽ നിർത്താമല്ലോ. അതിനെന്താ മോളെ, നീ തീരുമാനിച്ചൊരു കാര്യല്ലേ. നോക്ക് ചന്ദ്രികെ, കാര്യമൊക്കെ ശരി. ചന്ദ്രികയുടെ കഥ കേട്ട എല്ലാവർക്കും വിഷമം തോന്നും. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇവിടതെ എല്ലാവരും ഒരു കുടുംബം പോലെ മുന്നോട്ട് പോവുക. അതിന് തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നിൽക്കാവൂ. അല്ലാതെ കുറച്ചു ദിവസം കഴിയുമ്പോൾ പരസ്പരം കുറ്റം പറയാനോ തമ്മി തല്ലാനോ ഒന്നും നിൽക്കരുത്. അയ്യോ അമ്മേ, അമ്മ സംശയിക്കുന്നതിൽ ഞാൻ തെറ്റൊന്നും പറയില്ല. എന്റെ മോൾക്ക് 3 നേരം ഭക്ഷണം കൊടുക്കാനുള്ള ഒരു മാർഗം അതുണ്ടായാൽ മതി എനിക്കിപ്പോ. അത്രേ വേണ്ടു. ആ,
പോട്ടെ മോളെ, പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. ചേച്ചി, ഇന്നു മുതൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടിയുണ്ട്. ചേച്ചിയും കൂടെ ചെല്ല. പാവാണെന്ന് തോന്നുന്നല്ലേ? നിന്നോട്ടെ മോളെ, നമ്മളെ കൊണ്ടാവണത് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഹലോ. ചന്ദ്രികയാണ് മാഡം. ആ, എന്താ ചന്ദ്രികേ? പ്രതീക്ഷിച്ചതുപോലെ ഇനി ആറ്റുവാശ്ശേരിയിൽ എത്തിയോ? പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായി എത്തി മാഡം. എന്റെ കഥ കേട്ട് രാധിക കരഞ്ഞു. ഏ, മിടുക്കി. ഇന്നു മുതൽ ഞാൻ ആറ്റുവാശ്ശേരി സദ്യയിലെ ജോലിക്കാരിയാ. ഓ, വെരി ഗുഡ് ചന്ദ്രികേ. രാധിക ഒരു ശരാശരി പെണ്ണല്ല. ചുറ്റുപാടുകളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവളാ. പിന്നെ വരുൺ, ബിസിനസ് തകർന്നു, കുടുംബവും തകർന്നു. പക്ഷെ ആരും തകർക്കാത്ത ഒന്നുണ്ട് അവന്റെ കയ്യിൽ. അവന്റെ ബുദ്ധി, അവന്റെ ചങ്കൂറ്റം. ആ 2 പേരുടെ മുൻപിലാണ് നീ. അത് മറന്നു പോകരുത്. ഇല്ല മാഡം, ഞാൻ നോക്കിയും കണ്ടു മാത്രമേ നിൽക്കൂ. ആ, ശരി. അവര് ശ്രദ്ധിക്കുന്ന രീതിയിൽ കൂടുതൽ നേരം ഫോണിലൊന്നും സംസാരിക്കരുത്. കൂട്ടത്തിൽ തന്നെ ഉണ്ടാവണം. തനിച്ചു മാറി നിന്നാ സംശയിക്കും. എത്രയും പെട്ടെന്ന് രാധികയുടെ പ്രിയപ്പെട്ടവളായി മാറണം. എന്നിട്ട് ആറ്റുവാശ്ശേരി സദ്യയും അവളെയും അങ്ങ് തീർക്കണം. അതാ നിന്റെ ജോലി. അറിയാം മാഡം. ഇത് രണ്ടും നടന്ന കാര്യങ്ങളായിട്ട് മാഡം വേണമെങ്കിൽ ഇപ്പോഴേ ഡയറിയിൽ എഴുതി വെച്ചോ. ചന്ദ്രിക തോൽക്കില്ല. ഗുഡ്. ഏതെങ്കിലും കാരണവശാൽ നീ പിടിക്കപ്പെട്ടാൽ എന്റെയോ ചന്ദ്രശേഖരന്റെയോ പേര് നിന്റെ നാവിൽ നിന്ന് വീഴാൻ പാടില്ല. ഞാൻ ചത്താലും അതുണ്ടാവില്ല മാഡം. മാഡത്തിന് എന്നെ വിശ്വസിക്കാം. അപ്പോ ഓക്കെ, ബെസ്റ്റ് വിഷസ്. ആറ്റുവാശ്ശേരി സദ്യക്കും പുതിയ ജോലിക്കാരി ചന്ദ്രികയ്ക്കും. ഓക്കെ, ശരി മാഡം. എന്റെ നേരെ കയ്യോങ്ങാൻ നിനക്ക് ധൈര്യം വന്നു അല്ലേ രാധികേ?